ഇന്ത്യയുടെ ഹൃദയമാണ് ഡൽഹി എന്ന നഗരം. പക്ഷെ അതൊന്ന് കുറച്ച് ദിവസമായിട്ട് ആ ഹൃദയത്തിന് ഒരു സമാധാനമില്ല. ഡൽഹി ഇപ്പോൾ വാർത്തകൾ നിറയുന്നത് പ്രതിഷേധങ്ങൾ കൊണ്ടാണ്. ജന്തർ മന്ദറിലെ ചെറുപ്പക്കാർ അവരുടെ ദേഷ്യം കൊണ്ട് പുകയുകയാണ് ഡൽഹി. ബാരിക്കേഡുകൾ, ജലപീരങ്കികൾ, നിർത്താതെയുള്ള മുദ്രാവാക്യം വിളികൾ, ഇതിനെല്ലാം ഇടയിൽ തങ്ങളുടെ എല്ലാം പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നോർക്കുന്ന ഒരു തലമുറയുടെ നിസ്സഹായതയുമുണ്ട്. വർഷങ്ങളുടെ കഷ്ടപ്പാടും ഉറക്കമില്ലാത്ത രാത്രികളും എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായെന്ന് തോന്നുമ്പോൾ അവർക്ക് തെരുവിലിറങ്ങുകയല്ലാതെ വേറെ വഴിയില്ല. ഈ ദേഷ്യത്തിനും പോരാട്ടത്തിനും ഇടയിൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വരുന്നുണ്ട്. ഏകദേശം 20 വർഷം മുമ്പ് നമ്മളെ പിടിച്ചൊഴിച്ച ഒരു സിനിമയുടെ ഓർമ്മ. ഈ രാജ്യം നന്നാകില്ല എന്ന് പറഞ്ഞ് ജീവിതം അടിച്ചു പൊളിച്ച് നടന്നിരുന്ന ഒരു കൂട്ടം കൂട്ടുകാരെ പോരാളികളാക്കി മാറ്റിയ ഒരു സിനിമ. അപ്പോൾ 20 വർഷം കഴിഞ്ഞ് അതേ കഥ ഡൽഹിയിൽ വീണ്ടും സംഭവിക്കുകയാണോ? സ്വന്തം ഭാവിക്ക് വേണ്ടി ചെറുപ്പക്കാർ തെരുവിൽ ശബ്ദം ഉയർത്തുമ്പോൾ ആ പഴയ സിനിമയുടെ ഓർമ്മകൾ ഇന്ന് എന്താണ് കാര്യം? ഇത് രംഗ്ദേ ബസന്തിയുടെ കഥയാണ്, ഒപ്പം ഇന്നത്തെ ഇന്ത്യയുടെ. എന്തിനാണ് ഈ ചെറുപ്പക്കാർ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്? ഒറ്റവാക്കി പറഞ്ഞാൽ അവർ ചതിക്കപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പരീക്ഷകളിൽ നടന്ന വലിയ തട്ടിപ്പാണ് ഈ പ്രതിഷേധങ്ങൾക്ക് കാരണം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തീരുമാനിക്കുന്ന പരീക്ഷകളിൽ നടന്ന ഈ കള്ളക്കളിയാണ് അവരെ തെരുവിലേക്ക് ഇറക്കിയത്. ഇതൊരു സാധാരണ പ്രതിഷേധമായി കാണരുത്. സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള പേടി മാത്രമല്ല, ഇത് തങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു സിസ്റ്റം തങ്ങളെ ചതിച്ചു എന്ന തോന്നലിൽ ഉണ്ടായ ഒരു ദേഷ്യം കൂടിയാണ്. ഒന്ന് ഓർത്ത് നോക്കുക, രാവും പകലും ഒക്കെ ഒന്നാക്കി സ്വന്തം സന്തോഷങ്ങളും മാറ്റിവെച്ച് ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടി അവസാനം പണവും സ്വാധീനമുള്ള ആർക്കോ വേണ്ടി ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ വിറ്റു എന്ന് അറിയുമ്പോൾ ആ കുട്ടിയുടെ നെഞ്ചിലെരിയുന്ന ഒരു തീ എത്ര വലുതായിരിക്കും. ആ തീയാണെന്ന് ജന്തർ മന്ദറിൽ ആളിക്കത്തുന്നത്. പ്രതിഷേധം കൂടിയപ്പോൾ ഡൽഹി നിശ്ചലമായി. മെട്രോ സ്റ്റേഷനിലൊക്കെ അടച്ചു. ആ നഗരത്തിൽ വലിയ സുരക്ഷാ നിയന്ത്രണങ്ങൾ വന്നു. വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ പലയിടത്തും ഏറ്റുമുട്ടലുണ്ടായി. ലാത്തി ചാർജുകളും അറസ്റ്റുകളും നടന്നു. ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ പലതരം വാർത്തകൾ വരുന്നു. ചിലത് സത്യം, ചിലത് നുണ. പക്ഷേ ഇതുകൊണ്ടൊന്നും അവർ പിന്മാറുന്നില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന ഉറച്ച നിലപാടിലാണ് അവർ. കാരണം ഇത് വെറും ഒരു പരീക്ഷയുടെ പ്രശ്നം അല്ല, ഒരു തലമുറയുടെ മുഴുവൻ ഭാവിയുടെ പ്രശ്നമാണ്. തങ്ങളുടെ ശബ്ദം കേൾക്കാത്ത, വേദന കാണാത്ത ഭരണകൂടത്തോടുള്ള പോരാട്ടമാണത്. പഠിപ്പ് ഞങ്ങളെ നല്ലൊരു ഭാവിയിലേക്കല്ല, ബാരിക്കേഡുകൾക്ക് മുന്നിലേക്കാണ് എത്തിക്കുന്നതെന്ന് ആ കുട്ടികൾ ചിലർ പറയുന്നത് നമുക്ക്. ഈ കത്തുന്ന നിമിഷങ്ങളാണ് കാലം മായ്ക്കാത്ത ആ സിനിമ വീണ്ടും നമ്മളെ തേടിയെത്തുന്നത്. കാരണം ഈ പ്രതിഷേധത്തിൻ്റെ കഥ നമുക്ക് പുതിയൊരു കാഴ്ചയല്ലായിരുന്നു. നമുക്കൊന്ന് 20 വർഷം പിന്നോട്ട് പോകാം. 2006 ഇന്ത്യ തിളങ്ങുന്നു എന്നൊക്കെ നമ്മൾ കേട്ടു തുടങ്ങിയ കാലം. പുതിയ മാളുകൾ, പുതിയ അവസരങ്ങൾ, പുതിയ പ്രതീക്ഷകൾ. ആ സമയത്താണ് രാകേഷ് ഓം പ്രകാശ് മെഹ്റ രംഗ്ദേ ബസന്തി എന്ന സിനിമയുമായി വരുന്നത്. സിനിമയിലെ പ്രധാന കഥാപാത്രം ഡൽഹിയിലെ ഒരു കൂട്ടം കൂട്ടുകാരായിരുന്നു. DJ, കരൺ, അസ്ലം, സുഖി, സോണിയ. നമ്മുടെ എല്ലാം കോളേജ് കാലം പോലെ ജീവിതം അടിച്ചു പൊളിച്ച് നടക്കുന്ന കുറച്ച് പേർ. അവർക്ക് രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്നു, രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ചിന്തയും ഇല്ലായിരുന്നു. ഈ രാജ്യം ഒരിക്കലും നന്നാകില്ല എന്ന് പറഞ്ഞ് സിസ്റ്റത്തെ കളിയാക്കി നടക്കാനായിരുന്നു അവർക്ക് ഇഷ്ടം. ഡൽഹിയിൽ സൗഹൃദവും പ്രണയവും തമാശകളുമായി ഒഴുകി നീങ്ങുന്നതായിരുന്നു അവരുടെ ജീവിതം. DJ ഒന്നിനെയും കാര്യമായും കാണാത്ത, കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാൾ. കരൺ വലിയ ബിസിനസ്സുകാരൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയത്തോട് മനസ്സിൽ യോജിപ്പില്ലാത്ത ഒരാൾ. അവൻ്റെ അച്ഛൻ ആ കാലത്തെ അഴിമതി നിറഞ്ഞ സിസ്റ്റത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. അസം ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം സംശയത്തോടെ നോക്കുന്ന സമൂഹത്തിൽ നിന്ന് ഓടി വന്ന് കൂട്ടുകാർക്കിടയിൽ സമാധാനം കണ്ടെത്തുന്നവൻ. സുഖി ആ ഗാങ്ങിലെ ഏറ്റവും പാവത്താൻ. പിന്നെ ലണ്ടനിൽ നിന്നെത്തിയ സൂ മക്കൻലി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്റ് ചെയ്യാൻ വന്നവളാണ്. അവളുടെ മുത്തച്ഛൻ ഭഗത് സിംഗിനെയും കൂട്ടരെയും തൂക്കിലേറ്റിയ ജയിലറായിരുന്നു. സൂവിൻ്റെ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ഈ കൂട്ടുകാർ ഭഗത് സിംഗായും ചന്ദ്രശേഖർ ആസാദായും രാജ്ഗുരുവായി അഭിനയിക്കാൻ തുടങ്ങി. പക്ഷേ അവർക്കത് വെറും ഒരു അഭിനയം മാത്രമായിരുന്നു. ചരിത്ര പുസ്തകത്തിലെ കുറേ പേരുകൾ. 5 രൂപയുടെ കൊക്കക്കോളയും 10 രൂപയുടെ ചിപ്സും നടക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് വിപ്ലവകാരികളാകുന്നതെന്ന് അവർ സൂവിനോട് ചോദിക്കുന്നുണ്ട്. അന്നത്തെ ഇന്ത്യയിലെ കൂടുതൽ ചെറുപ്പക്കാരെയും പോലെ എനിക്ക് എന്താ എന്നൊരു ഭാവത്തിലായിരുന്നു അവർ. തങ്ങളെ നേരിട്ട് ബാധിക്കാത്തതൊന്നും തങ്ങളുടെ പ്രശ്നമല്ല എന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ ആ വിശ്വാസമെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു വീണു. അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് അജയ് റാത്തോഡ് ഒരു MiG-21 വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അജയ് റാത്തോഡിന്റെ മരണം ഒരു സാധാരണ അപകടമായിരുന്നില്ല, അതൊരു തരം കൊലപാതകമായിരുന്നു. രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു പൈലറ്റായിരുന്നു അജയ്. എന്നാൽ പഴകിയ അപകടം പിടിച്ച MiG വിമാനങ്ങൾ പറത്താൻ അയാൾ നിർബന്ധിതനാകുകയായിരുന്നു. പുതിയ വിമാനങ്ങൾ വാങ്ങാനുള്ള പ്രതിരോധ ഇടപാട് വലിയ അഴിമതി നടന്നിരുന്നു. നിലവാരമില്ലാത്ത സ്പെയർ പാർട്സുകൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ കൈക്കൂലി വാങ്ങി. അജയുടെ മരണശേഷം പൈലറ്റിൻ്റെ തെറ്റുകൊണ്ടാണ് അപകടം നടന്നതെന്ന് സർക്കാർ പറഞ്ഞു. രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തൊരു പട്ടാളക്കാരനെ മരണശേഷം രാജ്യദ്രോഹിയാക്കി മാറ്റി. ആ അനീതിയാണ് DJയും കൂട്ടുകാരെയും ആദ്യമായി വേദനിപ്പിച്ചത്. അതുവരെയും സ്വന്തം ലോകത്തൊതുങ്ങി കൂട്ടുന്ന അവർക്ക് സിസ്റ്റത്തിൻ്റെ അനീതി തങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ ജീവനെടുത്തപ്പോൾ വെറുതെ നോക്കി നിൽക്കാനായില്ല. അവിടെയാണ് അവരുടെ മാറ്റം തുടങ്ങുന്നത്. അവർ ആദ്യമായി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യ ഗേറ്റിന് മുന്നിൽ സമാധാനപരമായി ഒരു മെഴുകുതിരി കത്തിച്ചു. തങ്ങളുടെ സുഹൃത്തിന് നീതി കിട്ടണം, അഴിമതിക്കാരനായ പ്രതിരോധ മന്ത്രി രാജിവെക്കണം. ഈ ആവശ്യമായിരുന്നു അവരുടേത്. ആയിരങ്ങൾ അവർക്കൊപ്പം ചേർന്നു. പക്ഷേ എന്തുണ്ടായി? പോലീസ് ആ ജനക്കൂട്ടത്തെ തല്ലിച്ചതച്ചു. സമാധാനത്തിന്റെ വഴികൾ അവർക്ക് മുന്നിൽ അടഞ്ഞു. ഈ സമയത്താണ് സിനിമ ആ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നത്. നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നവരെ നമ്മൾ ആരും പ്രതികരിക്കുന്നു. അജയ് മരിച്ചപ്പോൾ മാത്രമാണ് DJയും കൂട്ടുകാരും ഉണർന്നത്. ആ ഉണർവ് അവരെ ഒരു തിരിച്ചറിവിലേക്കാണ് എത്തിച്ചത്. അതായത് തങ്ങൾ വെറുതെ അഭിനയിക്കുകയായിരുന്ന ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും വെറും കഥാപാത്രങ്ങളല്ല എന്ന് അവർ മനസ്സിലാക്കി. അവരുടെ കാലത്തും ഇതേ അനീതികൾ ഉണ്ടായിരുന്നു. അന്ന് ചെയ്തിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു എന്ന് മാത്രം. ചെവി കേൾക്കാത്തവനെ കീപ്പിക്കാൻ വലിയ ശബ്ദം തന്നെ വേണം എന്ന് പറഞ്ഞ് അസംബ്ലി ബോംബ് പറഞ്ഞ ഭഗത് സിംഗ്
സിംഗിൻ്റെ വഴി അവർക്ക് മുന്നിൽ തെളിഞ്ഞു. ചരിത്രം അവർക്ക് ഒരു കണ്ണാടിയായി മാറി. തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തെ അനീതിക്കെതിരെ പോരാടുന്നതാണ് യഥാർത്ഥ രാജ്യസ്നേഹമെന്ന് അവർ തിരിച്ചറിഞ്ഞു. സമാധാനപരമായ പ്രതിഷേധം പരാജയപ്പെട്ടപ്പോൾ അവർ വേറൊരു വഴി തിരഞ്ഞെടുത്തു. അഴിമതിക്കാരനായ പ്രതിരോധ മന്ത്രിയെ അവർ കൊലപ്പെടുത്തി. പിന്നീട് ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ കൈകേറി തങ്ങൾ ചെയ്ത കുറ്റം ഏറ്റു പറഞ്ഞു. എന്തിനാണ് ഞങ്ങൾക്കത് ചെയ്യേണ്ടി വന്നതെന്ന് അവർ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു. ഒരു രാജ്യവും പെർഫെക്റ്റ് അല്ല, അതിനെ നമ്മൾ പെർഫെക്റ്റ് ആക്കണമെന്ന ആ സിനിമയിലെ ഏറ്റവും ശക്തമായ ഡയലോഗ് മുഴങ്ങുന്നത് ഇവിടെയാണ്. ഒടുവിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടൽ അവർ 5 പേരും കൊല്ലപ്പെട്ടു. സിനിമയുടെ ഈ ക്ലൈമാക്സ് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. എന്നാൽ അതിലുപരി അനീതിയും മൗനവും എങ്ങനെയാണ് സാധാരണ ചെറുപ്പക്കാരെ പോലും അക്രമത്തിൻ്റെ വഴിയിലേക്ക് തള്ളിവിടുന്നത് എന്നതിൻ്റെ ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഈ സിനിമ. അതൊരു സിനിമയായിരുന്നില്ല, ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യമാണ് 20 വർഷങ്ങൾക്ക് ഇപ്പുറവും ഡൽഹിയിലെ തെരുവുകളിൽ നമ്മൾ വീണ്ടും കേൾക്കുന്നത്. രംഗ്ദേ ബസന്ത് കണ്ടിട്ടാണ് ഈ കുട്ടികൾ സമരം ചെയ്യാൻ ഇറങ്ങിയതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ആ സിനിമ കാണിച്ചു തന്ന അതേ സാഹചര്യങ്ങൾ, അതേ അവസ്ഥകൾ പേടിപ്പെടുന്ന രീതിയിൽ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. സിനിമയിലെ DJയും കൂട്ടുകാരും സ്വന്തം ജീവിതത്തിൻ്റെ തിരക്കുകളിൽ രാജ്യത്ത് എന്ത് നടന്നാലും തങ്ങളെ ബാധിക്കില്ലെന്ന് കരുതിയ ആൾക്കാരാണ്. അനീതി അവരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ മാത്രമാണ് അവർ ഉണർന്നത്. ഇന്നത്തെ വിദ്യാർത്ഥികളും ഒരുപക്ഷെ കുറച്ചു കാലം മുമ്പ് വരെ തങ്ങളുടെ പഠിപ്പിലും കരിയറിലും ഒക്കെ മാത്രം ശ്രദ്ധിച്ചു പോയ ആൾക്കാരാണ്. എങ്കിൽ പരീക്ഷ തട്ടിപ്പോൾ ലക്ഷക്കണക്കിന് പേരുടെ ഭാവിയെ ഒന്നിറങ്ങാൻ ബാധിച്ചപ്പോൾ അത് അവരുടെ സ്വന്തം പ്രശ്നമായി മാറിയപ്പോൾ അവർക്ക് തെരുവിലിറങ്ങേണ്ടി വന്നു. സിനിമയിൽ അജയുടെ മരണത്തിന് കാരണം പൈലറ്റിന്റെ തെറ്റാണെന്ന് വരുത്തി തീർക്കാനാണ് ഭരണകൂടം ശ്രമിച്ചത്. സത്യം പുറത്തു വന്നപ്പോൾ സമാധാനപരമായി പ്രതിഷേധിച്ചവരെ അടിച്ചമർത്താനാണ് അവർ നോക്കിയത്. ഇന്നും ജന്തർ മന്ദറിൽ ഇതുപോലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കുട്ടികളുടെ ന്യായപരമായ ആവശ്യങ്ങൾ കേൾക്കുന്നതിന് പകരം പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന എന്നൊരു ആരോപണം ശക്തമായി വരുന്നുണ്ട്. സിനിമയിലെ ഇന്ത്യ ഗേറ്റിലെ മെഴുകുതിരി പ്രതിഷേധവും ഇന്നത്തെ ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി മുന്നേറ്റവും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ് നമുക്ക് തോന്നുന്നത്. സിനിമയിലെ കഥാപാത്രങ്ങൾ ആവശ്യപ്പെട്ട് തങ്ങളുടെ സുഹൃത്തിന് മരണശേഷം നീതി കിട്ടണമെന്നാണ്. അഴിമതി നടത്തിയ മന്ത്രി ശിക്ഷിക്കപ്പെടണം എന്നായിരുന്നു അവരുടെ ആവശ്യം. ഇന്ന് ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ്. അവർക്ക് നീതി കിട്ടണം, തങ്ങളുടെ ഭാവി നശിപ്പിച്ചവർ ശിക്ഷിക്കപ്പെടണം, ഇതിന് ഉത്തരവാദികളായവർ രാജിവെക്കണം എന്നതാണ്. 2 കാലഘട്ടങ്ങളിലും സിസ്റ്റത്തിലെ അഴിമതികൾക്കും ഈ പറഞ്ഞ കഴിവില്ലായ്മയ്ക്കെതിരെ ഉയർന്നു വന്ന ശബ്ദങ്ങൾ നിലയിൽ ഈ 2 സംഭവങ്ങളും ഒരുപോലാണ്. രംഗ്ദേ ബസന്ത് അവസാനിക്കുന്ന ഒരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ടാണ്. ഈ 5 ചെറുപ്പക്കാരുടെ മരണം വെറുതെയാകുമോ, അതോ അതൊരു മാറ്റത്തിന് തുടക്കമാകുമോ? സിനിമയുടെ അവസാനം നമ്മൾ കാണുന്ന ആയിരക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നതാണ്. 20 വർഷം കഴിഞ്ഞ് ജന്തർ മന്ദറിലെ ഈ പ്രതിഷേധങ്ങൾ കാണുമ്പോൾ ആ സിനിമ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരൊറ്റ കാര്യമാണ്. കാലം മാറിയേക്കാം, ഭരിക്കുന്നവർ മാറിയേക്കാം, പക്ഷേ സിസ്റ്റത്തിന്റെ സ്വഭാവത്തിന് ഇന്ന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. അനീതിയും അഴിമതിയും ഇന്നും ഒരു യാഥാർത്ഥ്യമാണ്. ഒരു സാധാരണക്കാരൻ പോരാളിയാകുന്ന ചിലപ്പോൾ അവന്റെ ഉള്ളിൽ ആവേശം ഉള്ളതുകൊണ്ട് മാത്രമല്ല, സാഹചര്യങ്ങൾ അവനെ അതിനെ നിർബന്ധിക്കുമ്പോഴാണ്. രംഗ്ദേ ബസന്ത് ഒരു സിനിമ മാത്രമല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഉറങ്ങുന്നവരെ ഉണർത്താനുള്ള ഒരു മണിനാദം. നീതി നിഷേധിക്കപ്പെടുമ്പോൾ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാൻ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരേണ്ടി വരും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. ആ ഓർമ്മപ്പെടുത്തൽ ഇന്ന് ഡൽഹിയിലെ തെരുവുകളിൽ വീണ്ടും പ്രസക്തമാകുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ചരിത്രം വീണ്ടും സംഭവിക്കുകയാണോ, അതോ ഇത്തവണയെങ്കിലും നമ്മൾ ചരിത്രത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കും? ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? രംഗ്ദേ ബസന്ത് എന്ന സിനിമയ്ക്ക് ഇന്നത്തെ കാലത്തിന് പ്രസക്തിയുണ്ടോ? ശരിക്കും ഒരു സിനിമയ്ക്ക് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ വിഷയങ്ങൾ ഇനിയും സംസാരിക്കാൻ താല്പര്യമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.